അച്ഛൻ്റെ കരസ്പർശനമേറ്റ ക്യാമറയാണ്. അച്ഛൻ അന്ന് മരിച്ചതിന് ശേഷം അച്ഛൻ്റെ കരസ്പർശനമേറ്റ ക്യാമറയാണ്. അതിൽ അച്ഛനും ഞാനും അല്ലാതെ വേറെ ആരും തൊട്ടിട്ടില്ല. അച്ഛൻ 61 തുടങ്ങിയ സ്റ്റുഡിയോയാണ്. 90 എൻ്റെ കയ്യിലേക്ക് കൈമാറുന്നത്. വീണ്ടും ശക്തി പ്രാപിച്ച് കളർഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ അച്ഛൻ അനുഗ്രഹിക്കണമേ. അച്ഛൻ വേറെ ഹലോ, അതെ അതെ അതെ, ഓർമ്മ കളർഫുൾ സ്റ്റുഡിയോ. അച്ഛൻ്റെ ഷഷ്ടി പൂർത്തി അല്ലേ? എത്ര മണിക്കാണത്? സൺഡേ ഷഷ്ടി പൂർത്തി എഴുതിയിട്ടേക്ക് മോനം കുറിപ്പിൻ്റെ. അപ്പോൾ എത്ര ഫോട്ടോ എടുക്കണം സാർ? 60 ഫോട്ടോസ് അല്ലേ? ഓക്കെ സാർ. അപ്പം നാളെ ഞായറാഴ്ച ഒരു വർക്കുണ്ട്. ആ വർക്കിന് അങ്ങ് പോകേണ്ടി വരും. വർക്ക് അത് ആർക്കാണെന്ന് ചോദിച്ചത്? ആർക്കെന്ന് പറഞ്ഞാൽ മോഹൻ സാറിൻ്റെ വർക്ക്. മോഹൻ സാറിന് ഷഷ്ടി പൂർത്തി ആകണേണ്. അപ്പോൾ അവിടെ അത് പോയിട്ട് ആ ഫോട്ടോ എടുക്കേണ്ടി വരും. ബാക്കി ഇനിയിപ്പോൾ ആരൊക്കെ വന്നാലും വളരെ നീറ്റായിട്ട് പെരുമാറുക. ആരോ വരുന്നുണ്ടല്ലോ. ആരും ഇങ്ങോട്ട് വഴിതെറ്റി വരുന്നുണ്ട്. വഴിതെറ്റി വന്നല്ലേ, എന്നെ വഴിതെറ്റിക്കാൻ വേണ്ടി വന്ന വരവാ. ഇയാൾ പലതവണ വിളിച്ചിട്ട് ഞാൻ ഫോൺ നമ്പർ മാറിക്കളഞ്ഞതാ. അന്നൊരു സിമ്മ് ഞാൻ മാറിയില്ലേ, ഇയാൾ ഒരൊറ്റ ആൾ കാരണമാണ്. എടാവിടോ ഞാനിവിടെ ഉണ്ടാന്ന് വെച്ചാൽ ഇല്ലെന്ന് പറഞ്ഞാൽ മതി. എവിടെ പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ലെന്ന് പറഞ്ഞാൽ മതി. വിളിച്ചാൽ കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ ഇവിടെ വെച്ചിട്ടാ പോയെന്ന് പറഞ്ഞാൽ മതി. ഞാൻ സ്ഥിരം പറയുന്നത് ഞാൻ പോകുമ്പോൾ ഫോൺ എടുത്തുകൊണ്ട് പോകാതെ നോക്കണം. വിശ്വസിക്കാൻ പറ്റില്ല. ഇല്ലെന്ന് പറഞ്ഞേക്കും. എവിടെ ആരാ നിന്റെ ഓണർ ലീലാമ്പു? ഇവിടെ ഇല്ല എന്ന് ഇല്ല. റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണോ? അതെ, മൊബൈൽ ഇവിടെ വെച്ചിട്ടോ. വിളിച്ചിട്ട് കിട്ടിയില്ല. കിട്ടിയില്ല. മൊബൈൽ ഇവിടെ വെച്ചിട്ടോ. സംഭവം ഞങ്ങൾക്കറിയാം, റേഞ്ച് ഇല്ലാത്ത സ്ഥലം. അപ്പൊ പിന്നെ ഞങ്ങൾ പോട്ടെ. അപ്പൊ പിന്നെ കാണാൻ പറ്റില്ലല്ലോ. പൊക്കോ. പോയിട്ട് ഞങ്ങൾ പിന്നെ വരാം. ആയിക്കോട്ടെ, പിന്നെ ഒരിക്കലും വരാം ഞങ്ങള്. പിന്നീട് വരാം. പിന്നീട് എപ്പോഴെങ്കിലും വരാം. അതെ, അത് മതി. അതായിരിക്കും നല്ലത്. ശരി ശരി എന്നാ. ശരി. പോയാ ഏടാവൂടോ? വഴിയൊരു കേസാ. അതാണ് ഞാൻ പറഞ്ഞ ആയില്ല ഇവിടെ ഇല്ലെന്ന് പറയാൻ പറഞ്ഞു. ഈ വരുന്നവനും പോകുന്നവനൊക്കെ വരുമ്പോൾ ഓടി അകത്തോട്ട് കയറുന്നത് എന്തിനാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഈ വന്നെന്ന് വെച്ചാൽ ചില സാധനങ്ങൾ സാറേ എപ്പോന്നു എപ്പോന്നു? അയ്യോടാ, ഞാൻ വന്നിട്ട് കുറെ നാളായി. അല്ല, റേഞ്ച് ഇല്ലായിരുന്നല്ലോ മൊബൈൽ. ഇവിടെ വെച്ചിട്ടില്ല, എങ്ങാണ്ടോ പോയേക്കുമല്ലായിരുന്നു. എപ്പോ വന്ന്? ഇന്നലെ പലരും വിളിച്ചിട്ട് കിട്ടിയില്ല. റേഞ്ച് ഇല്ലാത്തടത്ത് ഒരു ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ചടങ്ങിന് പോയിട്ട് ഞാനിങ്ങനെ വന്ന് കയറിയിട്ട് അതിന്റെ പ്രിന്റ് എടുത്തു നോക്കി. പിന്നെ സംസാരിക്കാം. സാധനോട് അല്ല, അതൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞത്. അല്ല, ഞാനല്ലല്ലോ എടുത്തത്, അച്ഛനല്ലേ അന്ന് എടുത്തത്. എത്ര വർഷമായി? അച്ഛനായാലും മോനായാലും ആരെടുത്താലും ഞങ്ങൾക്ക് സാധനം കിട്ടിയാൽ മതി. 1981 സെപ്റ്റംബർ 11 നടന്ന സംഭവമാണ്. അതെ, അത് ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടണം. സാറേ എന്തെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ട്, എടുത്ത് കൊടുക്കുക. അല്ല, ഞാൻ പറയണത് ഞാനിവിടെ കുറെ നോക്കിയാൽ നമ്മുടെ ഡ്രോയർ എടുത്തേ. സംഭവം എന്താണെന്ന് മോന് പിടി കിട്ടിയ? അത് എനിക്ക് മനസ്സിലാവും. ഇവിടുത്തെ പണിക്കാരനാണ്, പുള്ളിയുടെ അസിസ്റ്റന്റ് ആണ്. അതെ അതെ. മോനെ, എന്റെ 25ാമത്തെ വയസ്സിൽ ഞാൻ ഇവിടെ കല്യാണം കഴിച്ചു. ആ കല്യാണത്തിന് ഫോട്ടോയും വീഡിയോ കവറേജും ചെയ്തത് ഇവന്റെ അച്ഛനാണ്. അന്ന് ഒരാഴ്ചക്ക് ശേഷം വന്നാൽ മതി, ഈ സാധനം തരാന്ന് പറഞ്ഞു. ഞങ്ങളുടെ ആൽബവും ഫോട്ടോ ഞാൻ എടുത്തു വെച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എടുത്തു വെച്ചു. അതിന്റെ പ്രിന്റ് പറയട്ടെ, ഇന്ന് എനിക്ക് 60 വയസ്സ്. എന്റെ ഷഷ്ടി പൂർത്തി എന്റെ കൊച്ചുമക്കളും പിള്ളേരെല്ലാവരും കൂടി ആഘോഷിക്കുകയാണ്. അന്നെങ്കിലും ഈ സാധനം ഞങ്ങളുടെ കല്യാണ ആൽബം ഒന്ന് കാണണം എന്നുള്ള പ്രതീക്ഷയിലാണ്. എനിക്കിന്ന് സാധനം കിട്ടണം. അതെ, ഇന്ന് സാധനം കിട്ടിയിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകുള്ളൂ. മുതലാളി, ഞാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതെടുത്ത് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ മാസം ഞാൻ അത് എടുത്തു വെച്ചു. അപ്പൊ അതെടുത്ത് വെച്ചതിന് ശേഷം അത് പഴയ നമ്മളെ ഫിലിമാണല്ലോ. ആ ഫിലിമിൽ നിന്നും നമ്മളൊരു കോപ്പി എടുത്തിട്ട് നമ്മളത് പിന്നെ ഹാർഡ് ഡിസ്കിലേക്ക് കയറ്റിയിട്ട് പിന്നെ പെൻഡ്രൈവ് വഴി പിന്നത്തേക്ക് കയറ്റിയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ കോപ്പി എടുത്ത് വെക്കണം. അപ്പൊ അലമാര പറഞ്ഞേ, അലമാര ഓർക്കുക. അതിന്റെ അലമാര ആ ഡ്രോയറിന്റെ അടിയിൽ അന്ന് 80 നിങ്ങൾ എത്രയിലാണ്? 90 81 അന്ന് അച്ഛന്റെ തന്നെ സെൽഫ് എടുത്ത ഫോട്ടോ വേണത്. ഇത് ഞാൻ അതുപോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന, ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഈ ഫോട്ടോ ആണ് സത്യം. സാധനം ഡിലീറ്റ് ആയി. സാധനം ഡിലീറ്റ് ആയി. ഞങ്ങളുടെ കൊച്ചുമക്കളോട് എന്ത് സമാധാനം പറയും? നിനക്കത് നേരത്തെ പറയായിരുന്നില്ലേ? 35 വർഷമായില്ലേ ഞങ്ങൾ ഇത് നടക്കാൻ തുടങ്ങിയിട്ട്. ഫിലിം എനിക്ക് കിട്ടിയതാണ്. അപ്പൊ കോപ്പി എടുക്കണ ദിവസം ഇവിടെ ഒരു കള്ളം കയറി. അപ്പൊ അവനൊന്നും കിട്ടാത്തതുകൊണ്ട് ഫിലിം അവൻ എടുത്തോണ്ട് പോയത്. ഞങ്ങളിപ്പോ എന്താ ചെയ്യണത്? സാറിപ്പോ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഞാനിപ്പോ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഒരുപാട് നേരം നമ്മൾ എടുത്തിട്ടായിരിക്കും അച്ഛൻ ആ ഫോട്ടോ എടുത്തത്. സാർ, എനിക്കൊരു 1/2 മണിക്കൂർ ഒന്നും നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പുതിയ ക്യാമറയിൽ അത് എടുത്തിട്ട് ഞാൻ ഒരൊറ്റ മണിക്കൂർ കഴിഞ്ഞാൽ നല്ല പ്രിന്റ് ചെയ്യാൻ തരാം. ഞങ്ങളുടെ കല്യാണത്തിന്റെ അല്ല സാർ, എനിക്ക് 60 വയസ്സാണ്. അല്ല, മുഖത്തിൽ വരുന്ന ആ ചില സംഭവങ്ങളെല്ലാം ഞാൻ ഇതുവഴി ഞാൻ പ്രിന്റ് ചെയ്ത് ഞാൻ പുതിയ കോപ്പിയാക്കി തരാം. ഒരു 20 years ബാക്ക് പുറകോട്ട് പോകും. നിങ്ങളൊരു ജസ്റ്റ്
ജസ്റ്റ് ഒരു മൂവ് എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ അത് കുറച്ചും കൂടി യങ് ആക്കിയിട്ട് അങ്ങോട്ട് തരാം. പിള്ളേർക്ക് അത് കാണുമ്പോൾ ഒരു കൗതുകം. എന്നാലും എനിക്കതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നത്. ഞാനൊരു അധ്യാപകനല്ലേ. അച്ഛനാണ് സത്യം, അച്ഛനാണ് സത്യം. അന്നത്തേക്കാൾ നല്ല പ്രിന്റ് ചെയ്യാൻ തരും. അല്ല. അച്ഛനാണ് സത്യം. ഓർമ്മ നമുക്കൊന്ന് ഓർമ്മ നിന്ന് കൊടുക്കാം. ഒന്നും നിന്ന് ജസ്റ്റ് എന്തായാലും അന്ന് അവര് വരുമ്പോ അവർക്ക് മുന്നിൽ ഇട്ട് കാണിച്ചു കൊടുക്കാൻ. പിള്ളേർക്ക് ഇട്ട് കാണിക്കാൻ ഒരു പാട്ടിട്ടാ, ഒരു സോങ് ഇട്ട് ജസ്റ്റ് 2-3 ഷോട്ട് എനിക്ക് കിട്ടിയാൽ മതി. എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് പറ. പറഞ്ഞു തരണം. ജസ്റ്റ് സാറൊന്ന് മൂവ് ചെയ്യുന്ന ഒരു 2-3 സാധനങ്ങൾ എനിക്ക് കിട്ടിയാൽ മതി. അല്ല നമ്മളെ പ്രോപ്പർട്ടി ചൂസ് ചെയ്യണ്ടേ? പ്രോപ്പർട്ടി എടുത്ത് കൈ കൊടുത്തിട്ട് സാറിന്റെ ജസ്റ്റ് ഒന്ന് ഏതാ ആ ഇത് സാർ ഇതെന്തിനാ എന്റെ കയ്യില്? അല്ല വെറുതെ വെച്ചോളൂ സാർ. എന്തെങ്കിലും കയ്യിലിരിക്കുമ്പോൾ അതൊന്നും കൈ നിടാലോ എന്തെങ്കിലും. അല്ല എനിക്ക് ഞാനിത് കണ്ടിട്ടേ ഉള്ളൂ. ഞാനിത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അല്ല ഞാനിപ്പോൾ ഒരു സാധനം തരാം. ഒരു സോങ് ആദ്യം സാർ ചെയ്യും. അപ്പോൾ അതനുസരിച്ചുകൊണ്ട് ഞാൻ എടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ആ നാണം മാറും. അതിനുശേഷം നമുക്ക് ഈ ഓർഗൺ ഉപയോഗിച്ചിട്ട് നമുക്ക് സാധനം ചെയ്യാം. ഓക്കെ. അപ്പോൾ സാർ ഒന്ന് ജസ്റ്റ് മൂവ് ചെയ്താൽ മതി. ഓക്കെ സാർ. എന്തായാലും ആവട്ടെ, വേഗം ആവട്ടെ. മിഴികളിൽ നാണം, മൊഴികളിൽ നാണം, ഇതാകവേ നാണം. അനനടയിലും നാണം, നിലയിലും നാണം, ഇതടിമൊടിയൊരു നാണം. പനി നീർ നീലാവിൻ പൂമഴ, അനുരാഗലോലയാമിനി, ഇതു ഹൃദയം നിറയും കറക്റ്റായിട്ട് എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. അന്നത്തേക്കാളും കുറച്ചും കൂടി കളർഫുൾ ആയിട്ടുണ്ട്. നിങ്ങളുടെ ആ മൂവ്മെന്റ്സ് ഒക്കെ നന്നായിട്ടുണ്ട്. ഇത് നിന്റെ പഴയ പ്രായമല്ല. നീ ഇത് എന്താ ഇവിടെ കിടന്ന് കാണിച്ചു? ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ഡാൻസ് കളിക്കുമായിരുന്നു. ഒറ്റ മണിക്കൂർ തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കളർഫുൾ സാധനങ്ങൾ ഞാൻ ആൽബം ആക്കിയിട്ട് നിങ്ങളുടെ കൈ തരും. ഇത് തന്നെ എനിക്ക്. അച്ഛനാണ് സത്യം. അപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ വരട്ടോ? 1 മണിക്കൂർ കഴിഞ്ഞ് സാർ ആരെങ്കിലും വന്നാലും മതി, ആരെ വിട്ടാലും മതി. എടി ആശുപത്രിയിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ കിടപ്പുണ്ട്. നമുക്ക് അവനൊന്ന് പോയി കണ്ടിട്ട് എന്റെ പോയി മുട്ടൂടെ കണ്ടിട്ട് ഒന്ന് കാണിക്കണം. എന്നാ വാ. അപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ ഒറ്റ വരും. മണിക്കൂർ. അച്ഛനാണ് സത്യം. എന്തോ മുതലാളിയെ, വിഷമിക്കുകയാ. ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു പരിപാടി. നമസ്കാരം. ചേട്ടാ ഞങ്ങളുടെ ഫോട്ടോ എടുക്കണം. എടുക്ക അയ്യോ ബാ വരൂ വാ ഇരുന്നോളൂ. മേഡം ഇരിക്കുന്നു, നിങ്ങളോട് നിൽക്കുന്നു. അത് ചേട്ടാ ഈ ഇരുന്നെടുക്കുന്ന പഴയ ഫാഷനല്ലേ, പുതിയ ഫാഷനിൽ എന്തെങ്കിലും ഉണ്ടോ? എടുക്ക, നിങ്ങളുടെ ഇഷ്ടം. ലൈറ്റ് കൊടുക്കുക, ലൈറ്റ് ആ സൈഡിൽ കൊടുക്കുക. കരണ്ടില്ല, ടോർച്ചെടുത്തിട്ട് ഇങ്ങനെ ബാറ്ററി ഇല്ലെന്ന് ടോർച്ച് ഉള്ളത് കൊണ്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതിങ്ങനെ ചേട്ടാ അതെ ലെൻസ് ഏതാണ്? ഇതിപ്പോ സാധാരണ ന്യൂ ലെൻസ് ആണ്. ന്യൂ ലെൻസ് ആണോ? 80 ആണ്. 80 ലെൻസോ? അങ്ങനെ ലെൻസ് ഉണ്ടോ? 80 അച്ഛൻ ഉപയോഗിച്ചൊരു ക്യാമറയാണ്. അല്ല ഏട്ടാ പുതിയ ലെൻസ് ഒന്നുമില്ല, ഒരു 16, 17 അതൊക്കെ ന്യൂജൻ പിള്ളേർ ഉപയോഗിക്കുന്നതല്ലേ. നമ്മളിത് ഓൾഡ്, ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ പഴക്കമുള്ള ഒരു സ്റ്റുഡിയോ അല്ല, അച്ഛൻ ഉപയോഗിച്ചിരുന്നതാണ്. കുഴപ്പമില്ല. ഓക്കെ, ഒന്ന് ചിരിച്ചേക്ക് സാർ. അങ്ങനെയല്ലേ സാർ, നമ്മൾ ചില്ലു ഈ സൈഡ് ജസ്റ്റ് ഒന്ന് ചിരിച്ചേക്ക്. റെഡി? ഓക്കെ സാർ. ഓക്കെ, ഒന്ന് കുറച്ചും കൂടി നിങ്ങളുടെ ഹൈറ്റ് ഇത്തിരി പ്രശ്നമാകുന്നുണ്ട്. അത് കുറച്ചും കൂടി ഒന്ന് നന്നാകണമെന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. സാർ ഇങ്ങനെ വന്നേ, 1 മിനിറ്റ്. സാർ ഇവിടെ ഇങ്ങനെ ഇപ്പുറത്തേക്ക് ഇങ്ങോട്ട് വാ. എവിടെ ഇരിക്കുക? അവിടെ ഇവിടെ ഇതെടുത്തിട്ട് ചേട്ടാ പുതിയ പോസ് എന്തെങ്കിലും പറയട്ടെ ചേട്ടൻ. ഈ പഴയ പോസ് ഞാൻ പറഞ്ഞുതരാം, കറക്റ്റ് ആക്കി തരാം. ചേട്ടാ അത് കൈ ഇത്തിരി നീക്കി പിടിക്കും ഇങ്ങോട്ട്. ഓക്കെ. എന്റെ ഈ ചിന്നിങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ എടുക്കണേ. അല്ല ഒന്ന് മേഡം വന്നിട്ട് എന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ പോയിക്കോ. സാറേ എന്നാ വർത്താനോ? ഞാൻ 14 വർഷമായിട്ട് ഇവിടെ വന്നിട്ട് എന്നെ കൊണ്ട് ക്യാമറ തൊടിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ കയറി വന്ന ആ പെണ്ണുമ്പളുടെ കൈ കൊടുക്കുന്നെന്തിനാ? അല്ലാത്ത എന്താ? അല്ല പുള്ളി ചേട്ടന്റെ അസിസ്റ്റന്റ് അല്ലേ? അസിസ്റ്റന്റ് ആണ്, പക്ഷെ പിന്നെ പുള്ളിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ലേ? പുള്ളി ആയിട്ടില്ല, ക്യാമറമാൻ ആയിട്ടില്ല. എന്നെ കൊണ്ട് തൊടിയിച്ചിട്ടില്ല 14 വർഷമായിട്ടും ആയിട്ടില്ല. ചേട്ടന് വേറെ വല്ല പണിക്കും പോക്കൂടി, ഈ പണി നോക്കി നിൽക്കാണ്ട്. മേഡം വന്ന് ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് ഫോക്കസ് ചെയ്തേ. കറക്റ്റ് ആയിട്ട് ഞാൻ സാർ നിൽക്കേണ്ടത് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഒന്ന് ലെൻസ് പിടിക്കും. ജസ്റ്റ് ഒന്ന് മേഡം ഒന്ന് ചെറുത്ത് ഒന്ന് ഇച്ചിരി കൂടെ സൈഡ്. തോളെ കേട്. അല്ല നീ അല്ലേ ഇവിടെ തോളെ കേട്. ഇങ്ങനെയോ? കുറച്ചും കൂടി ഇങ്ങനെ ചാഞ്ഞോ? ചാഞ്ഞു. ഓക്കെ. ഓക്കെയാണോ? സൂപ്പർ ഫോട്ടോ. ഹൈലൈറ്റ് പോലെ ഇരിക്കും. ഓക്കെ, അടിപൊളി. ഓക്കെ. പിന്നെ ഇത് നമുക്ക് 16-ാം തീയതിയാണ് വെഡിങ് ആനിവേഴ്സറി. അപ്പൊ നമുക്ക് 15-ാം തീയതി കിട്ടണം. അപ്പൊ ഞാൻ ചോദിക്കുന്നത് പത്രത്തിൽ ഇടാനാണോ? പത്രത്തിൽ ഇടാനാ. ഒന്നുകൂടെ നോക്കട്ടെ. നല്ല കളർഫുള്ളാ. അടിപൊളി. അല്ലേ? സൂപ്പർ. ഒന്ന് നന്നായിട്ടൊക്കെ കളറായിട്ട് എഡിറ്റ് ചെയ്യണേ ഏട്ടാ. ഒന്നും ചെയ്യണ്ട. താങ്ക് യു കേട്ടോ. ശരി, നാളെ ഒരു 12:30 ഇങ്ങോട്ട് പോരും ഓക്കെ. കേട്ടോ. എത്ര എമൗണ്ട് വരും? അത് നോക്കാൻ വന്നിട്ട് ശരി ഏട്ടാ, താങ്ക് യു. ആയിക്കോട്ടെ. പോവാം കേട്ടോ. ഒരു ബോധവും ഇല്ലാത്തവന്മാർ കുറയുന്നുണ്ട്. ബോധം കൊണ്ട് അവന്മാരും കൂടി കയറി വരുമോ? ലാബു 1 മണിക്കൂർ കഴിഞ്ഞു.
തലോട് പോട്ടെ. പിന്നെ നമസ്കാരം. ആ താ മറന്നില്ലല്ലേ പെട്ടെന്ന് ഓടിയെത്തുകയും ചെയ്തു. അല്ല കറക്റ്റ് 1 മണിക്കൂറായി. അല്ല ഞാൻ പറഞ്ഞ വാക്ക് കാര്യം അത് ഞാൻ ഉറപ്പായിട്ട് ഞാൻ പാലിക്കും. Okay. പിന്നെ അച്ഛന്റെ ഫോട്ടോ അല്ലേ? അച്ഛന്റെ ഫോട്ടോ. ഇത് നിന്റെ അച്ഛന്റെ ഫോട്ടോ. അച്ഛന്റെ ഫോട്ടോ. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, സത്യസന്ധനായതുകൊണ്ട് പറഞ്ഞു. അച്ഛൻ പണ്ട് എന്നെ പറഞ്ഞേക്കണത് ഉത്തരവാദിത്തത്തിൽ എപ്പോഴും നല്ലതായിരിക്കണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതെ. അതുകൊണ്ട് ഞാൻ സാറിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് നമ്മൾ പറഞ്ഞതാണ്. അതെ. അച്ഛന്റെ ഫോട്ടോ ആണ് സത്യം. ഞാൻ കൈതൊട്ടപ്പോ അതും കൂടി ഡിലീറ്റ് ആയി പോയി സാറേ. നിന്റെ സ്റ്റുഡിയോന്റെ പേരെന്താന്ന് പറഞ്ഞത്? ഓർമ്മ. ഒരിക്കലും ഇനി ഒരു സാധനവും ഡിലേറ്റ് ആവാതിരിക്കാനായിട്ട് ഇത് നിന്റെ ഓർമ്മയിലിരിക്കട്ടെ.